ൻ്റെ മണം എന്ന് പറയുന്നത് അത് വാക്കുകൾ കൊണ്ട് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത തരത്തിലൊരു മണമാണ്. ഇനി ആണ് മില്യൺ ഡോളർ ക്വസ്റ്റ്യൻ ചോദ്യം. യൂട്യൂബിൽ കാണുന്നത് പോലെ അല്ലെങ്കിൽ ലോകം വിശേഷിപ്പിക്കുന്ന പോലെ ലോകത്തിലെ തന്നെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂമാണോ? എന്നെ സംബന്ധിച്ച് ഓക്കെ, ഇന്ന് ഒക്ടോബർ 8-ാം തീയതിയാണ് നമ്മളിത് അൺബോക്സ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് സ്മെല്ല് ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യം തന്നെ ബോക്സ് കാണാം. ഇവിടെ മെഗാമാർ എന്ന് കൊടുത്തിട്ടുണ്ട്. താഴെ ഓർത്തോ പാരീസി. ഇത് സീ വ്യൂ കടൽപ്പായലിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വേറൊന്നുമായിട്ട് തെറ്റിദ്ധരിക്കേണ്ട, കടൽപ്പായലിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. താഴെ ബാച്ച് കോഡ്, പിറകിൽ ഡീറ്റെയിൽസും കാര്യങ്ങളും. ഏറ്റവും പിറകിൽ ഓർത്തോ പാരീസിനെ കുറിച്ച് നോട്ട്. ടോപ്പ് മുകളിലൊന്നുമില്ല. താഴെ ബാച്ച് കോഡ് കാര്യങ്ങളേ ഉള്ളൂ, വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച്. അൺബോക്സ് ചെയ്യാം. ഇവിടെ ഒരു എംബ്ലം ഉണ്ട് കേട്ടോ. ഓർത്തോ പാരീസിനെ എംബ്ലം കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, ബാച്ച് കോഡ് 09227. ഇത് 2022 ബാച്ചാണ്. ഈ ഒരു ബാച്ച് കിട്ടാൻ അല്പം പ്രയാസമാണ്. ഞാൻ ഈ ഒരു ബാച്ച് തന്നെ അന്വേഷിച്ച് വാങ്ങിയതാണ്. ഓക്കെ, ഓ ഓ ഓ ഓക്കെ. ഓ, ഇതിൻ്റെ അൺബോക്സിങ് സംഭവം കൊള്ളാം. ഒരു പൂ ഇടരുന്ന പോലുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ എന്തോ കൊടുത്തിട്ടുണ്ടെന്ന് ഞാനില്ല. ഇതാണ് നമ്മുടെ ജ്യൂസ് ഓർത്തോ പാരീസി മെഗാമാർ. തൽക്കാലം ബോക്സ് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഞാനിത് 1 മാസത്തോളം ഉപയോഗിച്ചിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഇന്ന് 8-ാം തീയതി അല്ലേ, ഒക്ടോബർ 8-ാം തീയതിയാണ്. 1 മാസം വരെ ഉപയോഗിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ കുറച്ച് നാളായി. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശദീകരണമാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ പെർഫ്യൂം ഇതാണ് ഓർത്തോ പാരീസി മെഗാമാർ. ഈ ഒരു പെർഫ്യൂമിലേക്ക് എത്താനുള്ള കാരണം, ഫ്രഷ് പെർഫ്യൂംസ് ആയിരക്കണക്കിനുണ്ട്, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ഫ്രഷ് പെർഫ്യൂംസ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവയിലെല്ലാം ഏതാണ് ഏറ്റവും സ്ട്രോങ്, ഏറ്റവും കൂടുതൽ കോംപ്ലിമെൻ്റ് കിട്ടുന്നത്, ഏറ്റവും കൂടുതൽ പ്രൊജക്ഷൻ ഉള്ളത്, ലോങ്ജിവിറ്റി ഉള്ളത്, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത്, എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാൻ പറ്റുന്നത്? അപ്പം നമുക്ക് ആയിരക്കണക്കിന് വാങ്ങാൻ പറ്റിയില്ലെങ്കിലും, 100 വാങ്ങാൻ പറ്റിയില്ലെങ്കിലും, 50 വാങ്ങാൻ പറ്റിയില്ലെങ്കിലും, ഇവയെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഒരെണ്ണം വാങ്ങണം. പക്ഷെ ആ വാങ്ങുന്നതിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ എല്ലാ ക്വാളിറ്റീസ് അടങ്ങിയതായിരിക്കണം. അപ്പം ഈ ഒരു ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടന്നപ്പോഴാണ് എൻ്റെ അന്വേഷണങ്ങൾ ഈ ഒരു പെർഫ്യൂമിൽ ചെന്ന് അവസാനിച്ചത്. അപ്പോൾ ഓർത്തോ പാരീസി മെഗാമാരെ എന്ന ഈ ഒരു പെർഫ്യൂമിനെ കുറിച്ച് നിങ്ങളെല്ലാവരും ചെയ്യുന്നത് പോലെ ഞാനും യൂട്യൂബിൽ കുറേയേറെ വീഡിയോസ് കണ്ടു, കുറേ അഭിപ്രായങ്ങൾ വായിച്ചു, കുറേ എന്താ പറയുക, പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ വായിച്ചു, പല സൈറ്റിൽ നിന്നൊക്കെ റിപ്പോർട്ട് വായിച്ചു. അതുപോലെ തന്നെ യൂസ് ചെയ്ത പലരുടെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ കേൾക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അവരൊക്കെ പറയുന്നത് ബീസ്റ്റ് മോഡ് പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരു ഫ്രഷ് പെർഫ്യൂമിനെ സംബന്ധിച്ച് കിട്ടാവുന്നതിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ഓർത്തോ പാരീസി മെഗാമാർ. അപ്പോൾ അന്വേഷണം ചെന്ന് അവസാനിച്ചത് ഇങ്ങനെയായിരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഫ്രഷ് പെർഫ്യൂമിൽ ഒന്നാണ് ഓർത്തോ പാരീസി മെഗാമാർ. അപ്പോൾ ഇത് വാങ്ങണമെന്നായി. അപ്പോൾ ഇത് 2019 ഇത് ലോഞ്ച് ചെയ്തത്. അന്ന് ഇത് വാങ്ങാനുള്ള സാധ്യത കൂടി ഇല്ല. അപ്പോൾ അത് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എനിക്കന്ന് വാങ്ങാനുള്ള സാധ്യത ഇല്ലാത്തതുകൊണ്ട് വാങ്ങിയില്ല. ഇപ്പോഴാണ് എനിക്കതിനൊക്കെയുള്ള ഒരു അവസരം കിട്ടിയത്. അങ്ങനെ ഞാൻ വാങ്ങി. ഇനി എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ മണവും കാര്യങ്ങളും ടെസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ ഇത് ശരിക്കും ലോകത്തിലെ തന്നെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂമാണോ? കൊടുക്കുന്ന പൈസയ്ക്ക് വർത്താണോ? എന്താണ് ഇതിൻ്റെ മണം? നമ്മുടെ നാട്ടിലെ, കേരളത്തിലെ കാലാവസ്ഥ, ഇടവപ്പാതി തുലാവർഷവും മാറി മാറി വരുന്ന ചൂടും തണുപ്പും ഒക്കെ ഇടചേർന്നുള്ള ഈ ഒരു കാലാവസ്ഥയിൽ യോജിച്ചതാണോ? കോംപ്ലിമെൻ്റ് കിട്ടുമോ? ഇതൊക്കെ എനിക്ക് പറയാനുണ്ട്. കാരണം 50 ml തന്നെ ഏകദേശം 14,000-ന് മുകളിലാണ് വില വരുന്നത്. അപ്പോൾ 50 ml ഇത്രയും വില വരുന്ന ഒരു പെർഫ്യൂം നമ്മൾ വാങ്ങിയിട്ട് ഉദ്ദേശിക്കുന്ന പെർഫോമൻസ് ഉണ്ടോയെന്നൊക്കെ അറിയണമല്ലോ. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ബോട്ടിൽ ഡിസൈൻ ഞാൻ പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ പറയുന്നതും കൂടെ പറയാം. നല്ല തിക്കായിട്ടുള്ള ബോട്ടിൽ ഡിസൈനാണ്. ജ്യൂസിൻ്റെ കളർ ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ്. തിക്കായിട്ടുള്ള ഗ്ലാസ്, ഒരു ഇൻഫിനിറ്റി ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബാച്ച് കോഡും കാര്യങ്ങളും കാണാം. ബാച്ച് കോഡ് നമ്പറും ഉണ്ട്. ഇവിടെ ഓർത്തോ പാരീസി മെഗാമാർ 50 ml പെർഫ്യൂം. ക്യാപ്പ് അത്യാവശ്യം കട്ടിയുള്ള ക്യാപ്പാണ്. ഒരു തകർന്നടിഞ്ഞ ഒരു ഷിപ്പ് റക്ക്, അതുപോലെ അതിൻ്റെ അല്ലെങ്കിൽ പഴയ ഒരു കപ്പൽ, തകർന്നടിഞ്ഞ ഒരു കപ്പലിൻ്റെ അവശിഷ്ടം, ആ ഒരു മെറ്റൽ പായൽ പിടിച്ച്, കടലിലെ പായലുകളും ചെടികളൊക്കെ കൊണ്ട് പടർന്നു പിടിച്ച് അത് ദ്രവിച്ച അവസ്ഥയിൽ എങ്ങനെയുണ്ടാവും അതിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലാണ് ക്യാപ്പ് കൊടുത്തിട്ടുള്ളത്. മുകളിൽ കക്ക അല്ലെങ്കിൽ ഷെൽ ഫിഷ്, കക്ക അല്ലെങ്കിൽ ശംഖിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ പവിഴം മുത്ത്
കടലിലെ പവിഴത്തിനെ അനുസ്മരിക്കുന്ന തരത്തിലുള്ള ഒരു ലെയർ കാണാം. അത് ഗ്ലാസ് ആണെന്ന് തോന്നുന്നു. ബോട്ടിൽ നിലത്തിക്കൊണ്ട് ക്യാപ്പിന് നിലത്തിക്കൊണ്ട് മെറ്റലാണ്. ബോട്ടിലും നല്ല ഹൈ ക്വാളിറ്റി ഗ്ലാസ് ആണ്. പിടിക്കുമ്പോൾ കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും ആ ഒരു ഗ്ലാസിൻ്റെ തിക്നെസ്. സ്പ്രെയറും കൊള്ളാം. ഇത്രയാണ് ബോട്ടിൽ ഡിസൈൻ. കൂടുതലൊന്നും പറയാനില്ല. ബോട്ടിൽ ഡിസൈൻ വളരെ മിനിമലിസ്റ്റിക് ആണ്. ഒരു 50 ml ആണ്. 50 ml നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്തോ വലിയൊരു അടാറ് സാധനമാണെന്നുള്ളത്. ബോട്ടിൽ നിന്ന് തന്നെ നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും ബോക്സിനകത്ത്. അപ്പോൾ ഇതിൻ്റെ മണം മെയിനായിട്ട് പറയുന്നത് മസ്കി, മറൈൻ, ഫ്രഷ്, അക്വാട്ടിക്, ആംബർ, സിട്രസി, അരോമാറ്റിക്, പൗഡറി, ഓസോണിക്, വൂഡി. ഇതൊക്കെയാണ് ഇതിൻ്റെ പല പല ലെയറുകൾ. ഇതിൽ ടോപ്പ് നോട്ടിൽ പറഞ്ഞിരിക്കുന്നത് ബെർഗാമോ, ലെമൺ. മിഡിൽ നോട്ടിലേക്ക് വരുമ്പോൾ സീവീഡ്, കലോണെ, ഹീഡിയോൺ എനിക്കറിയില്ല എന്താണെന്നുള്ളത്, എങ്ങനെ പ്രൊണൗൺസ് ചെയ്യുന്നത്. ഓക്കെ. ബേസ് നോട്ടിൽ വരുമ്പോൾ മസ്ക്, ആംബ്രോക്സൺ, സീതാർ. ഇത്രയുമാണ് ഇതിൻ്റെ നോട്ട്. പക്ഷേ ഇതിൻ്റെ പെർഫ്യൂമർ പറഞ്ഞിരിക്കുന്നത് ഇതൊന്നുമല്ല. ഇതിൻ്റെ യഥാർത്ഥ നോട്ട് എന്താണെന്നും ഇതുവരെ ഇതിൻ്റെ പെർഫ്യൂമർ വെളിപ്പെടുത്തിയിട്ടില്ല. അലസാൻഡ്രോ ഗുവാൽത്തിറി, അങ്ങനെയാണെന്ന് തോന്നുന്നു പേര് പ്രൊണൗൺസ് ചെയ്യുന്നത്. പുള്ളിക്കാരനാണ് ഇത് മേക്ക് ചെയ്തത്. അപ്പം അദ്ദേഹം പറഞ്ഞത് ഈ പെർഫ്യൂം നിങ്ങൾ വാങ്ങുക, അനുഭവിക്കുക. ഇതിൻ്റെ നോട്ട് എന്താണെന്നും ഇതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്നും ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഇത് ഏകദേശ ധാരണയാണ് ഈ സൈറ്റിൽ കൊടുത്തിരിക്കുന്ന നോട്ടുകളുടെ പേരും വിവരങ്ങളും. അടിക്കുമ്പോൾ അവർക്ക് കിട്ടിയ കാര്യങ്ങളാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതൊരിക്കലും ഇതിൻ്റെ മണമല്ലാതെ. എനിക്ക് ഈ നോട്ടിൽ പറഞ്ഞിട്ടുള്ള സാധനങ്ങളും അല്ല കിട്ടുന്നത്. അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സ്പ്രെയർ അടിപൊളി സ്പ്രെയർ. ഓക്കെ. ഇതിൻ്റെ മണം എന്ന് പറയുന്നത് അത് വാക്കുകൾ കൊണ്ട് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത തരത്തിലൊരു മണമാണ്. ഇതൊരു കടലിൻ്റെ മണമാണ്. കടലെന്ന് പറയുമ്പോൾ അറബിക്കടലല്ല, അറ്റ്ലാന്റിക് കടൽ. ഈ പസഫിക് മഹാസമുദ്രം പോലെ ഡാർക്ക് കളറായിട്ടുള്ള, തണുത്ത് ഉറഞ്ഞ് ആഴത്തിലുള്ള ഒരു കടൽ. കടലിൻ്റെ പുറം ഭാഗത്തെ മണമല്ല, കടലിൻ്റെ അടിത്തട്ടിലേക്കുള്ളൊരു മണം. ഇപ്പോൾ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് മരിയാന ട്രെഞ്ച്. ഏകദേശം 11 കിലോമീറ്റർ, 10,984 മീറ്ററാണ് അതിൻ്റെ ആഴം. ഏകദേശം 11 കിലോമീറ്റർ ആഴമുണ്ട്. അത്രയും ആഴമുള്ള സ്ഥലത്ത് എന്ത് മണം വരും? അതാണ് ഇതിൻ്റെ മണം. കടലിൻ്റെ മണമാണ്, എന്നാൽ ആർത്തിരമ്പി അലറിക്കൊണ്ട് വരുന്ന ഒരു കടൽ. കൊടുങ്കാറ്റും പേമാരിയും ഒക്കെ ഇരമ്പി വരുന്ന, നമ്മൾ ചില വീഡിയോ കണ്ടിട്ടില്ലേ, സമുദ്രങ്ങളിൽ യാത്ര ചെയ്യുന്ന ഈ കണ്ടെയ്നർ കപ്പൽ, അതിനകത്ത് കൊടുങ്കാറ്റ് വീശുമ്പോൾ ഇതിലേക്ക് വെള്ളം ഇരച്ചെത്തുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ, അതാണ് ഇതിനെ ഓർമ്മിപ്പിക്കുന്നത്. ആഴമുള്ള, അഗാധ ഗർത്തം, ഡീപ്പായിട്ടുള്ള ഒരു ഡാർക്ക് സ്മെൽ. അക്വാട്ടിക് ആണ്, എന്നാൽ സാധാരണ നമുക്ക് കിട്ടുന്ന അക്വാഡിജോ, പ്രൊഫോണ്ടോ, ഡോൾച്ചെ ആൻഡ് ഗബാന, ലൈറ്റ് ബ്ലൂ ഇൻറ്റൻസ്, ഷനേൽ, അല്ലൂർ, ഹോം സ്പോട്ട്, ഇതുപോലുള്ള മണമേ അല്ല. വളരെ യുണീക്കായിട്ടുള്ള ഈ ഒരു മണം, വളരെ ഡാർക്കായിട്ടുള്ള, ഇരുണ്ടതും ആഴമേറിയതും ഭയപ്പെടുത്തുന്നതുമായൊരു സമുദ്രത്തിൻ്റെ മണം. കടലോ കടലിടുക്കോ അല്ല, സമുദ്രത്തിൻ്റെ ആഴത്തിൻ്റെ മണമാണ് ഇതിന് ചേർത്തിട്ടുള്ളത്. നിങ്ങൾ പൈററ്റ്സ് ഓഫ് ദ കരീബിയൻ കണ്ടിട്ടുണ്ടാവും. ക്യാപ്റ്റൻ ജാക്ക് സ്പാരോ, പുള്ളിക്കാരൻ ഒരു പെർഫ്യൂം എടുത്താൽ എങ്ങനെ ഉണ്ടാവും? കറക്റ്റ് അത് തന്നെയാണ് ഇതിൻ്റെ മണം. കറക്റ്റ് എനിക്കിത് സ്മെൽ ചെയ്തപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എനിക്ക് ആ ഒരു ജാക്ക് സ്പാരോ എന്നുള്ള കഥാപാത്രവും ബ്ലാക്ക് പേൾ എന്നുള്ള കപ്പലും ശപിക്കപ്പെട്ട കുറേ ക്യാരക്ടർ ഉണ്ടല്ലോ, മീനിൻ്റെ പോലുള്ള സ്രാവിൻ്റെ തലയും എന്താ പറയുക, നീരാളിയുടെ ഒക്കെ മുഖമുള്ള ആൾക്കാർ, അവരുടെയൊക്കെ ഒരു മണവാ. ശാപം കിട്ടി 10,200 വർഷത്തോളം കടലിൽ, സമുദ്രത്തിൻ്റെ അടിയിൽ അകപ്പെട്ട് പിന്നീട് ശാപമോക്ഷം കിട്ടി പുറത്ത് വരുമ്പോൾ കിട്ടുന്ന മണം എന്താണോ, അതാണ് ഈ ഒരു പെർഫ്യൂമിൻ്റെ മണം. ഇതിനകത്ത് ഓപ്പണിങ്ങിൽ തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഇത് എന്താണ് ഇതിൻ്റെ മണമെന്ന്. എനിക്ക് പറയാം, ഇപ്പോൾ ബെർഗമോ, ലെമൺ ഇതൊന്നും അല്ല, ഇതൊരു പ്രത്യേകതരം മണമാണ്. പക്ഷേ എവിടെയോ ഡോൾച്ചെ ആൻഡ് ഗബാന ലൈറ്റ് ബ്ലൂ ഇൻറ്റൻസിനെ തോന്നിപ്പിക്കുന്ന തരത്തിൽ ലൈറ്റായിട്ടുള്ള മണമുണ്ട്. അത് മാത്രമാണ് എന്നെ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു പെർഫ്യൂമുമായിട്ട് ചെറുതായിട്ട് ഒരു 10% ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ ആ ഒരു മണത്തിന് ചെറിയൊരു സാമ്യമുണ്ട്. പക്ഷേ അത് ആംപ്ലിഫൈ ചെയ്ത് അത് ഇങ്ങനെ കൂട്ടി വരുമ്പോൾ കിട്ടുന്ന ഒരു മണമാണ് ഇതിൻ്റെ ടോപ്പ് നോട്ടിൽ വരുന്ന മണം. കുറച്ച് കഴിഞ്ഞിട്ട് ഈ മണം കംപ്ലീറ്റ് ആയിട്ടൊക്കെ മാറും. ഓപ്പണിങ്ങിൽ വരുന്ന മണവും പിന്നെ വരുന്ന മണവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ആ വരുന്ന മണം കടൽപ്പായലിൻ്റെ മണം, അഴുകിയ കടൽപ്പായൽ. ചിലവ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പിന്നെ കലോണെ എന്നുള്ളൊരു നോട്ട് കൂടുതൽ ഉപയോഗിച്ചത് നമ്മുടെ അക്വാഡിജോ, പവർഹോം, പ്രൊഫോണ്ടയിലൊക്കെയാണ് കലോണെ എന്നുള്ള നോട്ട് കൂടുതൽ ചേർത്ത്. പക്ഷേ ഇത്രയും മാസ്മരികമായി, ഇത്രയും എന്താ പറയുക, വർണ്ണിക്കാൻ പറ്റാത്ത രീതിയിൽ വളരെ നാച്ചുറലായിട്ട് ചേർത്തിരിക്കുന്നത് ഈ ഒരു പെർഫ്യൂമിൽ മാത്രമാണ് ഞാൻ സ്മെൽ ചെയ്തിട്ടുള്ളത്. കലോണെ എന്നുള്ളൊരു നോട്ട്, കടലിൻ്റെ അല്ലെങ്കിൽ സമുദ്രത്തിൻ്റെ മണം. കടലിൻ്റെ മണമല്ല, സമുദ്രത്തിൻ്റെ മണം. ഞാൻ പറഞ്ഞ ബ്ലാക്ക് പേൾ എന്ന കപ്പലും ജാക്ക് സ്പാരോ എന്നുള്ളൊരു ക്യാരക്ടറും അവർ യൂസ് ചെയ്യുന്ന പെർഫ്യൂം ഇതാണ്. ആ പെർഫ്യൂമാണത്. ഒരു ഗോഡ്സില്ല, കടലിൽ നിന്ന് ഇറങ്ങി വരുന്നൊരു ഗോഡ്സില്ല എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ടൈറ്റാനിക് തകർന്നിട്ട് അതിനകത്ത് അകപ്പെട്ടിട്ട് ഉള്ള ഒരു പെർഫ്യൂം എടുത്ത് സ്മെൽ ചെയ്താൽ എന്ത് മണം വരും? അതുപോലുള്ള ഒരു ആഴത്തിൻ്റെ മണം ഒക്കെ ചേർന്നിട്ടുള്ളൊരു മണമാണത്.
ഡ്രൈ ഡൗണിൽ വരുമ്പോൾ ഈ സീവീഡിൻ്റെ മണവും ഓപ്പണിങ്ങിൻ്റെ മണമൊക്കെ മാറിയിട്ട് വേറൊരു മണം. ആ മണം എനിക്ക് കിട്ടുന്നത് ഉലുവയും മസ്കും ചേരുമ്പോഴൊരു മണം വരുന്നു. അതെനിക്കത് മണം പ്രത്യേക ഒരു മണം. അതൊരു ഉലുവയുടെ മണമാണ് എനിക്ക് കിട്ടുന്നത്. ഉലുവയും ഒരു മസ്കി സ്മെല്ലൊക്കെ ചേർന്ന് ഒരു വുഡിൻ്റെ ഒക്കെ മണം ചേർന്ന് കൂടുതലായിട്ടും ഉലുവയുടെ മണം മുമ്പിൽ നിന്നിട്ട് ബാക്കിൽ മസ്കിൻ്റെയും ഈ ചില തടിയുടെ മണവും ചേർന്നിട്ടുള്ളൊരു മണം. അത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം. ഈ ഫിഷ് ടാങ്കിൽ കിടക്കുന്ന തടി, ആ ഉളുത്ത് അഴുകിയ പായലൊക്കെ പറ്റിപ്പിടിച്ച് ആ ഒരു തടി ഉലുവ പൊടിയിലിട്ട് മിക്സ് ചെയ്താൽ എന്ത് മണം വരും? ആ ഒരു മണമാണ് ഇതിൻ്റെ ബേസ് നോട്ടിൽ വരുന്ന മണം. അപ്പോൾ ഒരേ സമയം സന്തോഷവും ദുഃഖവും ഒക്കെ തരുന്ന ഒരു പെർഫ്യൂമാണെന്ന് പറയാം. ഇതടിച്ചപ്പോൾ പലതരത്തിലുള്ള റിയാക്ഷൻ എനിക്ക് വരുന്നത്. ഒരു പുരുഷൻ്റെ സങ്കടം ഒരു കടൽ പോലെ വന്നാൽ എന്തുണ്ടാവും? അതിൽ എത്രമാത്രം ആഴമുണ്ടാവും? അതാണ് ഈ ഒരു പെർഫ്യൂമിൻ്റെ എനിക്ക് അടിച്ചപ്പോൾ കിട്ടിയൊരു വൈബ്. അത് നമുക്ക് തിരിച്ചു കിട്ടാത്ത എന്തൊക്കെയോ നഷ്ടങ്ങളുടെ ഓർമ്മകൾ, ദുഃഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു സമ്മിശ്ര വികാരമാണ് ഈ ഒരു പെർഫ്യൂം. വേണമെങ്കിൽ ലവ് ഓർ ഹെയ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഈ ഒരു പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത്. യുണീക്ക് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ദൈവം ഇത് വളരെ യുണീക്ക് ആയിട്ടുള്ള പെർഫ്യൂമാണ്. ഒരിക്കലും നിങ്ങൾ ബ്ലൈൻഡായിട്ട് വാങ്ങാൻ പാടില്ല. ട്രൈ ചെയ്തിട്ട് വേണം വാങ്ങാൻ. ട്രൈ ചെയ്യാൻ കിട്ടുമോ എന്ന് ചോദിച്ചാൽ അതും സാധ്യത കുറവാണ്. ഇത്രയാണ് ഈ ഒരു പെർഫ്യൂം. നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ഇനി ആണ് $1 മില്യൺ ക്വസ്റ്റ്യൻ, ചോദ്യം. യൂട്യൂബിൽ കാണുന്നത് പോലെ അല്ലെങ്കിൽ ലോകം വിശേഷിപ്പിക്കുന്ന പോലെ ലോകത്തിലെ തന്നെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂമാണോ? എന്നെ സംബന്ധിച്ച് അല്ല. ഇത് ലോങ്ജിവിറ്റി ഉണ്ട്. പക്ഷേ ഈ പറയുന്ന തള്ളിമറിക്കുന്നത്ര ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം എനിക്ക് കിട്ടിയ ബാച്ച്, ഈ ഒരു ബാച്ചിനുള്ളത് പെർഫോമൻസ് ഇല്ല. പെർഫോമൻസ് ഇല്ല എന്ന് പറയുമ്പോൾ ഏകദേശം 8 മണിക്കൂറുണ്ട്. പക്ഷേ ആൾക്കാർ പറയുന്നത് പോലെയുള്ള 30 ദിവസം 40 ദിവസം വരെ ലോങ്ജിവിറ്റി അല്ലെങ്കിൽ അടുത്ത് നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള 2 സ്പ്രേക്ക് അപ്പുറം അല്ലെങ്കിൽ 1 സ്പ്രേക്ക് അപ്പുറം അടിക്കാൻ പാടില്ല എന്നൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല. മണം കൊള്ളാം. ഏറ്റവും മികച്ച ഒരു സമുദ്രത്തിൻ്റെ അല്ലെങ്കിൽ കടലിൻ്റെ അക്വാട്ടിക് പെർഫ്യൂമിൻ്റെ കിങ് എന്ന് വേണമെങ്കിലൊക്കെ പറയാം. പക്ഷേ ഈ തള്ളിമറിക്കുന്നത്ര യൂട്യൂബിൽ പലരും തള്ളിമറിക്കുന്നത്ര പെർഫോമൻസ് ഇല്ല. പക്ഷേ പെർഫോമൻസ് ഉണ്ടായിരുന്നു. എപ്പോൾ ആദ്യം ഇറങ്ങിയ 2019 20 ഉള്ള ആ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങിയ ബാച്ചിന് മാത്രമാണ് ഈ പറയുന്ന പെർഫോമൻസ് ഉള്ളത്. ഇപ്പോൾ ആരെങ്കിലും വാങ്ങിയിട്ട് ഇത് തള്ളിമറിക്കുകയാണെങ്കിൽ അത് ഉദ്ദേശിക്കുന്ന പെർഫോമൻസ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ അത് കണ്ടിട്ട് റീസെൻ്റ്ലി നിങ്ങൾ ഏതെങ്കിലും റിവ്യൂ കണ്ടിട്ട് വാങ്ങാനാണെങ്കിൽ വാങ്ങരുത്. അത് ഇപ്പോൾ ഇറങ്ങിയ ബാച്ചൊക്കെ വളരെ മോശം ബാച്ചാണ്. ഇപ്പോൾ ബാച്ച് വേരിയേഷൻ്റെ അല്ലെങ്കിൽ റീഫോർമുലേഷൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഓർത്തോ പാരിസി മെഗാമാരെ. റീഫോർമുലേഷൻ ചെയ്ത് നശിപ്പിച്ച ഒരു പെർഫ്യൂമിൻ്റെ കൂട്ടത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച വളരെ സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂമായ മെഗാമാരി ഉൾപ്പെടുന്നു. വളരെ മോശം റീഫോർമുലേഷൻ, വെള്ളം ചേർത്ത് പോലെ തോന്നുന്ന ഒരു ഇതായി. ഒരുപാട് റിവ്യൂ കണ്ട് വാങ്ങിയതാണ്. പക്ഷേ എങ്കിലും എനിക്ക് മണം ഇഷ്ടപ്പെട്ടു. എന്നാൽ പോലും ലോങ്ജിവിറ്റി 8 മണിക്കൂർ കിട്ടുന്നുണ്ട്. പ്രൊജക്ഷൻ ആദ്യത്തെ 3 മണിക്കൂർ വളരെ സ്ട്രോങ് ആണ്. അത് കൊടുക്കുന്ന പൈസയ്ക്ക് 50 ml ആണെങ്കിലും ഇപ്പോഴും ലോങ്ജിവിറ്റിയും പ്രൊജക്ഷനും ഉണ്ട്. പക്ഷേ ലോകത്തിൽ തന്നെ സ്ട്രോങ് ആയിട്ട് ഉള്ള പെർഫ്യൂം എന്ന് വിശേഷിപ്പിക്കാൻ തക്ക വിധത്തിലൊന്നുമില്ല. ആദ്യകാലങ്ങളിൽ ഇറങ്ങിയ ബാച്ച് അങ്ങനെ ആയിരിക്കും. പക്ഷേ ഇത് ഇപ്പോൾ ഇറങ്ങിയ ബാച്ച് അങ്ങനെയല്ല. അപ്പോൾ ഇപ്പോൾ ആരും ഇത് റിവ്യൂ കണ്ടിട്ട് വാങ്ങണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് ലോങ്ജിവിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ലോങ്ജിവിറ്റി ഉണ്ട്, പ്രൊജക്ഷനും ഉണ്ട്, ഒക്കെ ഉണ്ട്, ശരി തന്നെയാണ്. പക്ഷേ ലോകത്തിലെ തന്നെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂം എന്ന് നിലവിൽ ആൾക്കാർ വിശേഷിപ്പിക്കുന്നെങ്കിൽ അത് റീസെൻ്റ്ലി ഇറങ്ങിയ ബാച്ച് ട്രൈ ചെയ്യാത്തത് കൊണ്ടായിരിക്കാം. അപ്പോൾ വളരെ മോശം ബാച്ചുകളാണ് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2019 ബാച്ച് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുപൂട്ടിയെടുത്തേക്കും. നിങ്ങൾ ഒരു റിവ്യൂ കാണണ്ട. 2019 ബാച്ച് ആരെങ്കിലും നല്ല വിലയായിരിക്കും. എന്തായാലും ആ ഒരു ബാച്ച് ആണെന്നുണ്ടെങ്കിൽ നല്ല വിലയായിരിക്കും. അപ്പോൾ അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിയേക്ക്, ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള കോംപ്ലിമെൻറ്റ് ലോങ്ജിവിറ്റി പ്രൊഡക്ഷനൊക്കെ കിട്ടും. വളരെ സ്ട്രോങ്ങും ആയിരിക്കും. പക്ഷേ 20-21 ശേഷമുള്ള ബാച്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ എടുക്കരുത്. ഉദ്ദേശിക്കുന്ന പെർഫോമൻസ് ഇല്ല. ഇത് ആര് വാങ്ങണം എന്ന് പറഞ്ഞാൽ പെർഫ്യൂം പ്രാന്തുള്ളവരൊന്നും വാങ്ങരുത്. മണങ്ങളോട് ആർട്ടായിട്ട് കാണുന്നവരുണ്ടല്ലോ, ഒരു ആർട്ട് വർക്കായിട്ട് കാണുന്നവർ, അങ്ങനെയുള്ള ഒരു ആർട്ടിസ്റ്റിക് വൈബുള്ളവർ, പെർഫ്യൂം വാങ്ങി അതിൻ്റെ മണം താല്പര്യമുള്ളവർ, മണത്തെ സ്നേഹിക്കുന്നവർ. ഈ ഭ്രാന്തന്മാർ പല വിധമുണ്ട്. അല്ലെങ്കിൽ പെർഫ്യൂം വാങ്ങിയിട്ട് കോംപ്ലിമെൻറ്റ് വേണം, അടിച്ചിട്ട് എനിക്ക് ആൾക്കാർ പിടിച്ചു നിർത്തി കോംപ്ലിമെൻറ്റ് ചെയ്യണം, ഇങ്ങനെ ചിന്തിക്കുന്ന കുറച്ച് സൈക്കോകളുണ്ട്. അങ്ങനെയുള്ളവർ വാങ്ങിയാൽ അവർ നിരാശയായിരിക്കും ഫലം. അതല്ലാതെ മണം ഇഷ്ടമാണ്, എനിക്ക് ഈ മണം അറിഞ്ഞിരിക്കണം, അങ്ങനെ മണങ്ങളോട് താല്പര്യമുള്ളവർക്ക് വാങ്ങാം. പൈസ മുടക്കാം, അവർക്ക് കുഴപ്പമില്ല. നീ റിവ്യൂ കണ്ടിട്ട് ചാടി കയറി എന്നാൽ പിന്നെ ഞാനും വാങ്ങാം, ഭയങ്കരമായിട്ട് കോംപ്ലിമെൻറ്റ് കിട്ടും, ആൾക്കാർ പിടിച്ചു നിർത്തി ചോദിക്കും, അങ്ങനെയൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ഒരിക്കലും വാങ്ങരുതെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഇതിൻ്റെ ഒക്കേഷൻ പ്രത്യേകിച്ച് പാർട്ടിയിലും ക്ലബ്ബിങ്ങിലും ഒഴിച്ച് ബാക്കി ഏത് പരിപാടിക്ക് യൂസ് ചെയ്യാം.
പിന്നെ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ എപ്പോഴും വെയിലാണല്ലോ, വെയിലും ചൂടുവാണല്ലോ. പിന്നെ ഏത് കാലാവസ്ഥയിൽ യൂസ് ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല. കോംപ്ലിമെൻ്റ് കാര്യം അതെ, കോംപ്ലിമെൻ്റ് കാര്യം പറയുമ്പോൾ എനിക്കിതടിച്ചിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് കോംപ്ലിമെൻ്റ് കിട്ടിയില്ല. ഞാൻ വാങ്ങിയിട്ട് എനിക്ക് അത്രയ്ക്ക് ഉദ്ദേശിച്ച കോംപ്ലിമെൻ്റ് ഒന്നും എനിക്ക് കിട്ടിയില്ല. കാരണം ഈ ഒരു ബാച്ച് അങ്ങനെയാണ്. പക്ഷേ എങ്കിലും ലാസ്റ്റിംഗ് ഉണ്ട്. ഞാൻ പറയുന്നത് വെച്ചാൽ ഈ തള്ളിമറിക്കുന്ന ലോകത്തിലെ ഏറ്റവും നമ്പർ 1 സ്ട്രോങ് അങ്ങനെ പറയുന്ന അത്ര ഒന്നുമില്ല. എങ്കിലും ലോങ്ജിവിറ്റിയും പ്രൊജക്ഷനും ഉണ്ട്. അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിലേറ്റവും ഈ ദിവസങ്ങളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു വിരോധാഭാസം ഞാൻ പറയാം. ഈ ദിവസങ്ങളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കോംപ്ലിമെൻ്റ് കിട്ടിയത് ഒരു ലൈഫ് സ്റ്റൈൽ മല്ലു പുള്ളിക്കാരൻ്റെ ഒരു പെർഫ്യൂം എനിക്കൊന്ന് കിട്ടിയായിരുന്നു. അത് ചെൽസി ബ്ലൂവും പിന്നെ CR7 ഒരെണ്ണം കിട്ടി. അതിൽ ആ CR7 ആണോ ചെൽസി ബ്ലൂ എനിക്ക് ഓർമ്മയില്ല. ഞാനത് തിയേറ്ററിൽ അടിച്ചിട്ട് പോയപ്പോൾ എൻ്റെ അടുത്തിരുന്ന ഒരു കപ്പിൾ ഒരു പയ്യൻ ചോദിച്ചു, ചേട്ടാ അടിച്ചിരിക്കുന്ന പെർഫ്യൂം ഏതാണെന്ന് ചോദിച്ചു. അന്ന് ഒരു ദിവസം ആ ഒരു കോംപ്ലിമെൻ്റ് കിട്ടി. അന്ന് അത് അടിച്ചിട്ട് പോയപ്പോൾ എൻ്റെ ഫ്രണ്ട് ബൈക്കിൽ ഇരുന്നിട്ട് പറഞ്ഞാൽ ഇന്ന് അടിച്ച പെർഫ്യൂം ഏതാണെന്ന് ചോദിച്ചു. അതാണ് ഞാൻ അടിച്ചിരുന്നത്. അപ്പോഴും കോംപ്ലിമെൻ്റ് കിട്ടി. അന്ന് വൈകിട്ട് എനിക്ക് കൊറിയർ ഓഫീസിൽ പോകാനുണ്ടായിരുന്നു. കൊറിയർ ഓഫീസിൽ ആ പയ്യൻ പറഞ്ഞു, ചേട്ടൻ ഇന്ന് അടിച്ച പെർഫ്യൂം കൊള്ളാം. അത് വളരെ തുച്ഛമായ ഒരു വില കൊടുത്ത് വാങ്ങിയൊരു പെർഫ്യൂമാണ്. ഒരു ചെറിയൊരു സാമ്പിൾ. അതേസമയം 20,000 15,000 രൂപ കൊടുത്ത് വാങ്ങിയ പെർഫ്യൂം എനിക്ക് കോംപ്ലിമെൻ്റ് കിട്ടിയില്ല. ആ ഒരു ചെറിയൊരു ഡീക്കൻ്റെ അതടിച്ചപ്പോൾ എനിക്ക് അന്യായ കോംപ്ലിമെൻ്റ്. ഒരു ദിവസം തന്നെ 3 കോംപ്ലിമെൻ്റ്. അദ്ദേഹം നന്നായിട്ട് അത് മേക്ക് ചെയ്തിട്ടുണ്ട്. ചെൽസി ബ്ലൂ ആണോ CR7 ആണോ എനിക്ക് ഓർമ്മയില്ല. ഇത് രണ്ടിലേതോ ഒന്ന്. രണ്ടും നല്ലതായിരുന്നു. എനിക്ക് രണ്ടും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആ രണ്ടും അടിച്ചപ്പോൾ എനിക്ക് അന്യായ കോംപ്ലിമെൻ്റ് ആയിരുന്നു. പക്ഷേ അതേസമയം എനിക്ക് നീഷ് പെർഫ്യൂമായിട്ടുള്ള മെഗാമാരി അടിച്ചിട്ട് എനിക്ക് കോംപ്ലിമെൻ്റ് കിട്ടിയില്ല എന്നുള്ളതാണ് ഒരു ഫാക്റ്റ്. അപ്പോൾ ഈ കോംപ്ലിമെൻ്റ് കിട്ടുന്നതിന് ഒരിക്കലും നീഷ് പെർഫ്യൂം എന്നോ അല്ലെങ്കിൽ ചീപ്പ് എന്നോ സിന്തറ്റിക് എന്നൊന്നുമില്ല. അത് പല ആൾക്കാരനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. രുചി, മണം, കാഴ്ചപ്പാട്, നിറങ്ങൾ ഇതൊക്കെ വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ എനിക്കൊരാൾ കോംപ്ലിമെൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ വളരെ ഫ്രണ്ട്ലി ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ കോംപ്ലിമെൻ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ വളരെ റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് മണം കിട്ടിയാൽ പോലും ഈവൻ കോംപ്ലിമെൻ്റ് ചെയ്യണമെന്ന് തോന്നിയാൽ പോലും നമ്മുടെ സ്വഭാവ ഗുണം കൊണ്ട് ചിലപ്പോൾ ചെയ്തില്ലെന്നും ഇരിക്കും. അപ്പോൾ അത് വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കോംപ്ലിമെൻ്റ് എന്നുള്ള ഒരു കാര്യം വരും. അത് നിങ്ങൾക്കറിയാമല്ലോ, ഞാനത് കൂടുതൽ പറയുന്നില്ല. വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കോംപ്ലിമെൻ്റ്. ഒരാളെ വിളിച്ചിട്ട് അനുമോദിക്കുക എന്നുള്ളത് നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ എന്നെ സംബന്ധിച്ച് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വളരെ ചീപ്പായിട്ടുള്ള ഒരു പെർഫ്യൂമിന് നല്ല കോംപ്ലിമെൻ്റ് കിട്ടിയപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. പക്ഷേ അതേസമയം നീഷ് പെർഫ്യൂമായിട്ടുള്ള പല പെർഫ്യൂം അടിച്ചിട്ട് എനിക്ക് കോംപ്ലിമെൻ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ദുഃഖവുമില്ല, നിരാശയില്ല. പെർഫ്യൂം അങ്ങനെയാണ്. ചിലപ്പോൾ കുറേ സമയം എടുത്തിട്ടായിരിക്കാം. ചിലപ്പോൾ ഇപ്പോൾ എനിക്ക് കോംപ്ലിമെൻ്റ് കിട്ടാത്ത ഈ ഒരു പെർഫ്യൂം ഒരു 6-7 മാസം കഴിഞ്ഞ് മാസറേഷനൊക്കെ കഴിഞ്ഞ് ഇരുന്ന് സെറ്റാകുമ്പോഴായിരിക്കും ഈ പറയുന്ന കോംപ്ലിമെൻ്റ് കാര്യങ്ങളൊക്കെ കിട്ടുക. അങ്ങനെ പല ഘടകങ്ങളുണ്ട്. അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ഈ പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത്. വെറുതെ വലിച്ചു നീട്ടുന്നില്ല. ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ മണം എന്താണെന്നും പറയുക. താങ്ക് യു സോ മച്ച്.